തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് മുഴുവൻ റോഡുകളും ഇന്ന് തുറന്നു കൊടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം പാഴായി. നിർമ്മാണം വൈകുന്നുവെന്ന വിമർശനത്തിനിടെ അന്തിമമായി മന്ത്രി പ്രഖ്യാപിച്ച തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെ പ്രധാന റോഡുകളിൽ നിർമ്മാണം ഇഴയുകയാണ്. കാലവർഷം ശക്തമാകാനിരിക്കെ തലസ്ഥാനത്തെ റോഡ് യാത്ര ഇനിയും ദുർഘടമാകും. മന്ത്രിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. സ്മാർട്ട് സിറ്റി റോഡുകൾ 10 ജൂൺ മാസം 15 സഞ്ചാരയോഗ്യമാക്കുന്ന നിലയിൽ പൂർത്തീകരിക്കുമെന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നമ്മൾ നിരവധി തവണ ഈ സ്മാർട്ട് റോഡുകൾ, പണി പൂർത്തിയാകാത്ത റോഡുകൾ ഒക്കെ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മന്ത്രിയുടെ വാക്കുകൾ, ഇന്ന് 15-ാം തീയതിയാണ്, ഈ ദിവസത്തിനുള്ളിൽ തന്നെ അന്തിമമായിട്ട് എല്ലാ റോഡുകളുടെയും പണി പൂർത്തിയാക്കും എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. നേരത്തെ നമ്മൾ ഈ പൊതുമരാമത്ത് മന്ത്രി റിയാസിൻ്റെ വാക്കുകളും സമാനമായിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് എല്ലാ റോഡുകളുടെയും പണി പൂർത്തിയാക്കും, സ്മാർട്ടാക്കും എന്നൊക്കെ തന്നെ. അതൊക്കെ തന്നെ പാഴാകുന്ന കാഴ്ചകൾ, ആ വാക്കുകളൊക്കെ തന്നെ പാഴാകുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോഴും തലസ്ഥാനത്തെ മിക്ക റോഡുകളിലൂടെയും ഒന്ന് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ തന്നെയല്ലേ? രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി പറഞ്ഞതുപോലെയുമാണ് ഇന്നാണ് ജൂൺ 15 എന്നുള്ളത്. തീയതി മന്ത്രി മറന്നതാണോ അതോ ഇതിന്റെ കരാർ ഏറ്റെടുത്ത കരാർ കമ്പനി മറന്നതാണോ അതോ തലസ്ഥാനത്തിന്റെ മേയർ ആര്യ രാജേന്ദ്രൻ മറന്നതാണോ എന്നുള്ളതിലൊരു വ്യക്തതയില്ല. പക്ഷേ തലസ്ഥാനത്തെ റോഡുകൾ ഈ 15-ാം തീയതി എന്ന് പറയുന്ന ഇന്നും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 10-ലധികം റോഡുകളാണ് നിർമ്മാണം പാതി വഴിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡുകളുടെയൊക്കെ തന്നെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജനം TV അടക്കം വാർത്തയിൽ എത്തിച്ചതുമാണ്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട റോഡുകൾ ഇപ്പോഴും നിർമ്മാണത്തിൽ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒന്ന്, തിരുവനന്തപുരത്തെ പോലീസ് ക്യാമ്പിന് സമീപത്തുള്ള കമ്മീഷണർ ഓഫീസിന് സമീപത്തുള്ള റോഡിന്റെ പണി, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഓട നിർമ്മാണം ഒക്കെ തന്നെ പാതി വഴിയിൽ ഇഴഞ്ഞു നീങ്ങുകയാണ്. തൊട്ടു പിന്നാലെ തന്നെയാണ് വഴുതക്കാട് കോട്ടൺ ഹില്ലിന് സമീപത്തേക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായി എങ്കിൽ പോലും അതിന്റെ മറ്റ് അനുബന്ധ പരിപാടികളും നിർമ്മാണങ്ങളും ഒക്കെ തന്നെ പാതി വഴിയിൽ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം. തൈക്കാട് ശാസ്താക്ഷേത്രത്തിന് സമീപത്തുള്ള പ്രധാന റോഡാണ്. ആ റോഡിൽ ഒരുപക്ഷെ ഷോർട്ട് കട്ട്, തമ്പാനൂരേക്ക് വരുന്ന ഷോർട്ട് കട്ടാണ്. നിരവധി സ്കൂളുകളും വിദ്യാലയങ്ങളും കോളേജുകളും പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ എഴുതി നീങ്ങുകയാണ്. നമ്മുടെ സ്റ്റോറിയിലെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം, അവിടെ മൺകൂനകൾ മാത്രമാണ് യാത്രക്കാരെ സ്വീകരിക്കാനായി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു ഇരുചക്ര വാഹനത്തിന് പോലും കടന്നു പോകാൻ കഴിയാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങളാണ് ശാസ്താക്ഷേത്രത്തിന് സമീപത്ത് ഉള്ളത്. ഒപ്പം തന്നെയാണ് സ്പെൻസറിന് സമീപത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട വഴികളിലൊക്കെ തന്നെ റോഡ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു 15-ാം തീയതിയാണ് ഡെഡ് ലൈനായി മന്ത്രി വി ശിവൻകുട്ടി ഇത്തരത്തിലൊരു തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാരിനെതിരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെതിരെയും കരാർ കമ്പനിക്കെതിരെയും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഒരു അടിയന്തര മീറ്റിംഗ് സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുന്നോടിയായി മന്ത്രി വി ശിവൻകുട്ടി വിളിച്ചത്. മുൻ മന്ത്രി ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ വെച്ചാണ് അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ മഴ അതായത് പ്രതികൂലമായില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ളതായിരുന്നു മന്ത്രി എന്ന് പ്രഖ്യാപിച്ചത്. ഒപ്പം മഴ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ദിവസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോകാനുള്ള സാഹചര്യമുണ്ട് എന്നും മന്ത്രി ഒരു മുൻകൂർ ജാമ്യം അന്നെടുത്തിരുന്നു. പക്ഷേ മഴ പെയ്തതുമില്ല, റോഡ് നിർമ്മാണം പൂർത്തിയായതുമില്ല എന്നുള്ള ദുഃഖകരമായ കാര്യമാണ് തലസ്ഥാന ജില്ലയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയും ഒരുപാട് ജൂൺ 15 ഉണ്ടല്ലോ എന്നുള്ളൊരു ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിലടക്കം മന്ത്രിക്കും മേയർക്കുമെതിരെ ഉയരുന്നുണ്ട്. മാർച്ച് 24-ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും, സ്മാർട്ട് റോഡുകളെല്ലാം തന്നെ സാധാരണക്കാർക്കും പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും തുറന്നു കൊടുക്കും എന്നുള്ളതായിരുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ വാക്കുകൾ. അത് ഫലം കാണാത്ത സാഹചര്യത്തിലാണ് പിന്നീട് പൊതുമരാമത്ത് മന്ത്രി ഒരു തീയതി പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്നൊരു പ്രഖ്യാപനം വരുന്നു. എന്തായാലും എല്ലാ വാക്കുകളും പാഴായിരിക്കുന്നു. ഇന്ന് ജൂൺ 15 ഇന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുകയാണ്. പല മേഖലകളിലും നിർമ്മാണങ്ങൾ നടക്കുന്ന സാഹചര്യം. എന്തായാലും വാക്കുകൾ പാഴാവുന്നു. ഇനി എന്ന് റോഡ് നിർമ്മാണം പൂർത്തിയാകും? ഇനിയിപ്പോൾ കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. സ്വാഭാവികമായും ഇനിയും മഴ ഉണ്ടാവുകയാണെങ്കിൽ ചെളിയും കുഴികളും ഒപ്പം തന്നെ ഈ ഓടകളൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച ചില റോഡുകളിൽ വീണ്ടും കുഴികൾ വാട്ടർ അതോറിറ്റിയും മറ്റ് അനുബന്ധ കേബിൾ റോഡിനടിയിലൂടെയൊക്കെ ആക്കാനായി റോഡ് വീണ്ടും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് വീണ്ടും തലസ്ഥാന ജില്ലയിൽ ഒരു പ്രളയ സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. യാത്രക്കാരെ വലയ്ക്കുന്ന രീതിയിലേക്ക് തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് നിർമ്മാണം മുന്നോട്ട് നീങ്ങുകയാണ്. ശാലിനി, ഒപ്പം സ്കൂൾ തുറന്നിട്ട് ഇന്നിപ്പോൾ 15 ദിവസമായി, എന്നിട്ട് പോലും
ഈ സ്കൂൾ വണ്ടികളൊക്കെ തന്നെ, സ്കൂൾ ബസ്സുകളൊക്കെ തന്നെ പോകുന്ന കാഴ്ചകൾ, ഈ കുട്ടികളെയൊക്കെ കൊണ്ട് നിറച്ചിട്ട് പോകുന്ന മറ്റു വണ്ടികൾ, ഇതൊക്കെ തന്നെ ഈ റോഡുകളിലൂടെയാണ് പോകുന്നത്. വളരെ ദുർഘടമായ ഒരു യാത്ര. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നടക്കാൻ പോലും കഴിയില്ല. ഒപ്പം മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ എവിടെയാണ് കുഴി, എവിടെയാണ് കുണ്ട് എന്ന് പോലും അറിയാൻ കഴിയത്തില്ല. ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ കമ്പികളൊക്കെ തന്നെ അത് പൊങ്ങി നിൽക്കുന്നു. ഇതെല്ലാം വലിയ അപകടത്തിലേക്കാണ് നയിച്ചുകൊണ്ട് പോകുന്നത്. ഇതൊന്നും തന്നെ നോക്കാതെയാണ് ഈ ഒരു റോഡ് നിർമ്മാണത്തിലേക്ക് എടുത്തു ചാടിയതും അത് പാതി വഴിയിലാക്കി ഇട്ടിരിക്കുന്നതും. രജനി, അതുതന്നെയാണ് കാര്യമായ രീതിയിൽ പരിശോധനകൾ നടത്താതെ, അല്ലെങ്കിൽ എന്താണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് സ്മാർട്ട് റോഡ് നിർമ്മാണം നടത്തുമ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഈ നിർമ്മാണം പൂർത്തീകരിക്കാം, അതൊന്നും നോക്കാതെയാണ് ഈ കരാർ കമ്പനിയും ഒപ്പം സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഒക്കെ ഇതിന് പുറപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് തലസ്ഥാനത്ത് ഒരുപാട് പൈപ്പുകൾ കടന്നു പോകുന്നുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ പമ്പുകൾ കടന്നു പോകുന്നുണ്ട്, ചില ഇലക്ട്രിക് കേബിളുകൾ കടന്നു പോകുന്നുണ്ട്, ഫോണുകളുടെയൊക്കെ തന്നെ കേബിളുകൾ കടന്നു പോകുന്നത് പലതും റോഡിനടിയിലൂടെയാണ്. ഇതൊക്കെ കുത്തിപ്പൊളിച്ചതൊക്കെ എവിടെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെ റൂട്ടിലേക്കുള്ളതാണ്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സംഗമം എവിടെയാണ് എന്നൊക്കെ മനസ്സിലാക്കാതെ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെയാണ് നിർമ്മാണം തുടങ്ങിയത് എന്നുള്ളതാണ് ആദ്യം തന്നെ ഇവർക്കുണ്ടായ വീഴ്ച. തൊട്ടു പിന്നാലെയാണ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അടിയന്തര മീറ്റിംഗ് ചേർന്ന് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുന്നത്. തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ സ്കൂൾ തുറന്ന് 15 ദിവസങ്ങൾ പിന്നിടുമ്പോഴും സ്കൂൾ വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖലകൾ അടക്കം റോഡ് നിർമ്മാണം ഇപ്പോഴും വഴിയാണ്. പ്രധാനമായും ഹോളി ഏഞ്ചൽസ് സ്കൂളിന്റെ സമീപത്ത് മാത്രം തിരക്കിട്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും അതിനപ്പുറത്തേക്ക്, അതായത് ഈ സ്കൂൾ വാഹനങ്ങൾ കടന്നു പോകുന്ന വഞ്ചൂർ കോടതി അടക്കമുള്ള മേഖലയിലേക്ക് ഇപ്പോഴും റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. രജനി സൂചിപ്പിച്ചതുപോലെയാണ് അവിടെയൊക്കെ ഓടകൾ സൈഡിൽ പൊളിഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. തൊട്ടു പിന്നിലായി കമ്പികൾ ഇങ്ങനെ ഉയർന്നു നിൽപ്പുണ്ട്. ഇതിലൊക്കെ വെള്ളം കൂടി നിറയുകയാണെങ്കിൽ, ഒരു പക്ഷെ മഴയും കൂടി ഇനി വരികയാണെങ്കിൽ റോഡ് ഏതാണോ തോട് ഏതാണെന്ന് അറിയാൻ കഴിയാതെ കുട്ടികൾ തന്നെ ചിലപ്പോൾ ഈ കുഴികളിൽ വീഴേണ്ട അപകടങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ രാവിലെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു 8:30 മുതൽ 10:30 വരെയും വൈകിട്ട് ഒരു 3 മുതൽ 5 വരെയും ട്രാഫിക് ബ്ലോക്കിന്റെ അങ്ങേയറ്റം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം. പ്രത്യേകിച്ച് വാഹനങ്ങൾക്ക് വേഗത്തിൽ പോകാൻ കഴിയുന്നതല്ല, ഈ കുഴികൾ കണ്ടെത്തണം, ഒപ്പം തന്നെ സ്കൂൾ വാഹനങ്ങൾ, ഇതെല്ലാം കൂടിയായിട്ട് തലസ്ഥാനം വലിയ രീതിയിൽ ഞെരുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും മന്ത്രി പ്രഖ്യാപിച്ച വാക്ക് വെറും പാഴ്ചക്കായ ഒരു സാഹചര്യം. ഇനി എത്രാം തീയതി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് സാധാരണ ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്നുള്ളൊരു ചോദ്യം കൂടി മന്ത്രിക്കും നഗരസഭയ്ക്കും മുൻപിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. രജനി.